ഓം നമോ നാരായണായ. കന്നി രാശിയിൽ ഒന്നിക്കാൻ സൂര്യനും കേതുവും ആഗ്രഹസഫലീകരണത്തിന് ഉത്തമം. ഈ സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ രാശിക്കാർക്ക് ശുഭയോഗങ്ങൾ വന്നെത്തിയിരിക്കുന്നു. അതായത് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ നിശ്ചിതകാലത്തിന് ശേഷം രാശി മാറുന്നു. ഈ രാശിമാറ്റം എല്ലാ ആളുകളുടെ ജീവിതത്തിലും സാരമായ മാറ്റങ്ങളുണ്ടാക്കുന്നു. ഏതാണ്ട് എല്ലാ മാസവും സൂര്യൻ രാശി മാറുന്നുണ്ട്. സെപ്റ്റംബറിൽ സൂര്യൻ കന്നി രാശിയിലേക്കാണ് പോകുന്നത്. ഇതിനകം തന്നെ കന്നിയിൽ കേതുവിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ കന്നി രാശിയിൽ ഇരുഗ്രഹങ്ങളുടെയും സംയോഗമുണ്ടാകുന്നു. 18 മാസങ്ങൾക്ക് ശേഷമാണ് കന്നിയിൽ സൂര്യകേതു സംയോഗമുണ്ടാകുന്നത്. സെപ്റ്റംബർ 16 വൈകുന്നേരം 7:52-നാണ് സൂര്യൻ രാശി മാറുന്നത്. ആത്മാവ്, സ്വീകാര്യത, പേരും പ്രശസ്തിയും സുഖസമൃദ്ധി എന്നിവയുടെയെല്ലാം കാരണഭൂതനായ സൂര്യന്റെ രാശിമാറ്റം ആർക്കെല്ലാം നേട്ടമാകുമെന്ന് നോക്കാം. വൃശ്ചികം രാശിക്കാരാണ് ആദ്യം. വൃശ്ചികം രാശിയുടെ 11-ാം ഭാവത്തിലാണ് സൂര്യൻ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നതും കേതുവുമായി സംയോഗമുണ്ടാകുന്നതും. അതിനാൽ ഈ രാശിക്കാർ ഏറെക്കാലമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കാത്ത പലതും സെപ്റ്റംബറിൽ നടക്കും. കൂടാതെ മനസ്സ് കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കും. തീർത്ഥയാത്രകൾ നടത്താനോ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കാനോ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വളരെ നേട്ടമുണ്ടാകുന്ന സമയം കൂടിയാണിത്. ഏറെക്കാലമായി തടഞ്ഞുവയ്ക്കപ്പെട്ടിരുന്ന പണം തിരിച്ചു ലഭിക്കും. മനസ്സ് സംതൃപ്തമായിരിക്കും. വീട്ടുകാരുമായി സമയം ചിലവഴിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സഹോദരങ്ങളുമായി വളരെ നല്ല സമയം ചിലവഴിക്കും. ഏറെക്കാലമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യാനാകും. സൗഹൃദങ്ങൾ ദൃഢമാകും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. രണ്ടാമത്തേത് മകരം രാശിയാണ്. മകരം രാശിയുടെ 9-ാം ഭാവത്തിലാണ് സൂര്യകേതു സംയോഗം സംഭവിക്കുന്നത്. അതിനാൽ ഈ സമയം ഇവർക്ക് ഭാഗ്യത്തിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടായിരിക്കും. ഏറെക്കാലമായി കിട്ടാതെ കിടന്നിരുന്ന പണം തിരിച്ചുകിട്ടും. ആധ്യാത്മിക കാര്യങ്ങളിലുള്ള താൽപര്യം വർദ്ധിക്കും. സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ഭാഗ്യത്തിന്റെ തുണയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും സഫലതയുണ്ടാകും. ഭാവിയിലേക്കായി പണം കരുതിവെക്കും. മാതാപിതാക്കളുടെ പിന്തുണയുണ്ടാകും. ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും തേടിയെത്തും. മൂന്നാമത്തേത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ സൂര്യൻ 11-ാമത്തെ ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ രാശിക്കാർക്ക് സൂര്യന്റെ വിശേഷകൃപ ലഭിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. പണമുണ്ടാക്കുന്നതിന് പുതിയ വഴികൾ മുമ്പിൽ തെളിയും. പുതിയ ചില കഴിവുകൾ സ്വന്തമാക്കും. അത് കരിയറിന് ഗുണം ചെയ്യും. ജീവിത പങ്കാളിക്കൊപ്പം നല്ല നിമിഷങ്ങൾ പങ്കിടും. ആത്മീയ കാര്യങ്ങളിൽ പങ്കുകൊള്ളും. സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രയത്നിക്കുകയും ചെയ്യും. പുതിയ വരുമാന ശ്രേയാതസ്സുകൾ മുമ്പിൽ തെളിയും. ഭാവിയിലേക്കായി പണം കരുതിവെക്കും.